മുതലപ്പാർക്കിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവളം ബീച്ചിൽ പോണ വഴിയാണ് ഞങ്ങൾ മുതലപ്പാർക്ക് കണ്ട് അവിടെ കയറിയത്. ചെന്നൈയിലുള്ള കോവളം ബീച്ചിലേക്കാട്ടോ ഞങ്ങൾ വന്നത്. എൻ്റെ ആ തലയാട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിവിടെ ഒട്ടും ഇഷ്ടമായില്ല. എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ബീച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ച ബീച്ച് ഇതല്ല, അതുകൊണ്ടാവായിരിക്കാം. ഇതൊരു മത്സ്യബന്ധനം ഹാർബർ അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു ബീച്ചാട്ടോ. അവിടെ മീനൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അവിടുന്ന് ഞങ്ങൾ വേഗം എസ്കേപ്പ് ആയി ഗൈസ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒട്ടും സ്പേസ് ഒന്നുമില്ല, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനോ കളിക്കാനൊന്നുമില്ല. ഞങ്ങളവിടെ നേരെ പോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ കോവളം ബീച്ചിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇടയ്ക്ക് വരല്. ഇവിടെ ഒരു തിരക്കുമില്ല, നല്ല വൃത്തിയുണ്ട്, അടിപൊളിയായിരുന്നു. ഇവിടെ ഞാൻ കുറേ നേരം അതാ തിരമാലയിൽ ഓടിക്കളിച്ച് ഫുൾ നനഞ്ഞ് പിണ്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല ചൂട് കാപ്പിയും ചിക്കൻ റോളാ പറഞ്ഞ് വെജ് റോള് തന്ന് പറ്റിച്ച കടക്കാരൻ, അതും കഴിച്ചു. അങ്ങനെ അതാ വീട്ടിലെത്തി. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ജാക്കിയേട്ടൻ മാളുവിന് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ അൺബോക്സ് ചെയ്ത് ഒരു കേക്ക് മുറിച്ച് ഞങ്ങളുടെ ആ ദിവസം കഴിഞ്ഞു ഗൈസ്.